നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, സീനിയർ ENT കൺസൾട്ടൻറ്റ്, എറണാകുളം. സർവ്വസാധാരണമായി രോഗികളുടെ നിന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് ചെവിക്കുള്ളിൽ ചൊറിച്ചിൽ. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. സ്വതവേ കേരളത്തിൽ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കൂടുതലാണ്, മോയ്സ്ചർ കൂടുതലാണ്. ചെവിക്കുള്ളിലും മോയ്സ്ചർ വരാനുള്ള സാധ്യത. രണ്ടാമത്തേത്, കേരളത്തിൽ മിക്കവാറും എല്ലാവരും ബഡ്സ് ഉപയോഗിച്ച് ചെവി ക്ലീൻ ചെയ്യാറുണ്ട്. ചെവി ക്ലീൻ ചെയ്യുമ്പോൾ ചെവിക്കകത്തുള്ള വാക്സ് ചെവിക്കായം കംപ്ലീറ്റ് ആയിട്ട് പോകും. ആ ചെവിയിലേക്കുള്ള തൊലി ഡ്രൈ ആകുകയും ചെറിയ പൊട്ടൽ വീഴുകയും ചെയ്യും. അതുകൊണ്ടാണ് ചെവിക്കകത്ത് ചൊറിച്ചിൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ചെവിക്കകത്തുള്ള ഇൻഫെക്ഷൻ, ത്വക്ക് രോഗങ്ങൾ, എക്സീമ, സോറിയാസിസ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടും ചെവിക്കകത്ത് ചൊറിച്ചിൽ വരാം. ചെവി ചൊറിച്ചിൽ വരാതിരിക്കാനായിട്ട് കുളിച്ചു കഴിയുമ്പോൾ ചെവിയുടെ പുറം ഭാഗങ്ങൾ മാത്രം ഒരു ഉണങ്ങിയ തോർത്തുകൊണ്ട് ഒപ്പിത്തുടയ്ക്കുക, അകത്ത് ഒന്നും ഇടാതിരിക്കുക. കൂടുതലായിട്ട് ചൊറിച്ചിലുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതിനുള്ള ചികിത്സ ഡോക്ടർമാർ തരും. അല്ലാതെ ചെവിക്കകത്ത് ബഡ്സ് ഇടാതെ ഇരിക്കണം. ബഡ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെവിക്കകത്തുള്ള വാക്സിൻ മുഴുവൻ എടുക്കുകയാണെങ്കിൽ ചൊറിച്ചിൽ കൂടാനാണ് സാധ്യത. ചെവി ചൊറിച്ചിലിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതിനുള്ള ഉത്തരങ്ങൾ തിരിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നന്ദി.